ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോമ്പിൻ്റെ 1-ാം ദിവസം, അമ്മ മരത്തണലിൽ. വിശ്വാസ ജീവിതത്തിൽ കടുത്ത വേനലിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ കാലത്ത് പരിശുദ്ധ അമ്മ എന്ന നല്ല മരത്തിൻ്റെ തണലിൽ ഇരിക്കാനുള്ള 8 ദിവസങ്ങൾ, പ്രാർത്ഥനയുടെ 8 ദിവസങ്ങൾ. ഓരോ ദിവസവും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചെറിയ ചിന്തകൾ നമ്മൾ പങ്കുവയ്ക്കുന്നു, അത് പ്രാർത്ഥനയാക്കുന്നു. ഓരോ ദിവസം അവസാനിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കും നമ്മൾ ഈ ശുശ്രൂഷ അമ്മ മരത്തണലിൽ അവസാനിപ്പിക്കുന്നത്. സഭാപിതാക്കന്മാർ, ആദിമകാലത്ത് സഭയ്ക്ക് നല്ല പ്രബോധനങ്ങൾ നൽകിയ പിതാക്കന്മാർ പറഞ്ഞത്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ധ്യാനിക്കും. ജസ്റ്റിൻ ദ മാർട്ടയർ, രക്തസാക്ഷിയായ ജസ്റ്റിൻ, അദ്ദേഹം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയുണ്ട്. ഹൗവായുടെ ചെവിയിലൂടെ സർപ്പം ഹൗവായോട് സംസാരിച്ചപ്പോൾ ഹൗവായുടെ ചെവിയിലൂടെ തിന്മ അകത്തേക്ക് പ്രവേശിച്ചു. ആ തിന്മയാകട്ടെ ഹൗവായിൽ തിന്മയുടെ ഫലം, അത് അനുസരണക്കേടിൻ്റെ ഫലം പുറപ്പെടുവിച്ചു. ഇനി മറിയത്തിലേക്ക് വരിക. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് സംസാരിച്ചപ്പോൾ മറിയത്തിൻ്റെ ചെവിയിലൂടെ സ്വർഗം അകത്തേക്ക് പ്രവേശിച്ചു. സദ്വാർത്ത, നന്മ അകത്തേക്ക് പ്രവേശിച്ചു. അതാകട്ടെ മറിയത്തിൽ അനുസരണത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചു. നമുക്കുള്ള ചിന്ത എന്താണ്? നമ്മുടെ ചെവിയിലൂടെ എന്താണ് പ്രവേശിക്കുന്നത്? നമ്മുടെ ചെവികളിലൂടെ എന്താണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്? തിന്മ അകത്തേക്ക് പ്രവേശിച്ചാൽ സ്വാഭാവികമായി അത് തിന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. നന്മ അകത്തേക്ക് പ്രവേശിച്ചാലോ നന്മയുടെ ഫലങ്ങൾ. നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത് നല്ല വാക്ക് പറയുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഒത്തിരി ധ്യാനിച്ചിട്ടുണ്ട്. നല്ല വാക്ക് പറയണം, നന്നായിട്ട് മിണ്ടണം, കെട്ട വാക്ക് പറയരുത് എന്നൊക്കെ നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ എന്താണ് കേൾക്കുന്നത്? ആരെയാണ് കേൾക്കുന്നത്? എവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്? നമ്മുടെ ചെവികളിലേക്ക് എത്തുന്ന സംഭാഷണങ്ങൾ എത്തരത്തിലുള്ളതാണ്? തിന്മ ചെവിയിലൂടെ അകത്ത് പ്രവേശിച്ചാൽ അത് ആ സമയത്ത് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പിച്ചാലും പിന്നീട് നമ്മളിൽ ഉണ്ടാകാൻ പോകുന്ന ഫലം അത് തിന്മയുടെ ഫലം തന്നെയായിരിക്കും. നമുക്ക് ഗൗരവമുള്ള ധ്യാനമാണത്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കുകയും, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ അതുങ്ങളുടെ വായിൽ നിന്ന് ചിലപ്പോൾ അല്പം അസഭ്യം, കെട്ട വാക്ക് ഒക്കെ വീഴാറുണ്ട്. എന്താ നമ്മൾ ചിന്തിക്കുന്നത്? കർത്താവ് തമ്പുരാൻ മുകളിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതാണോ? അല്ല, അതുങ്ങൾ കേട്ടതാണ്. ഒന്നുകിൽ അപ്പനും അമ്മയും പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞത് കേട്ടു. ചെവിയിലൂടെ തിന്മ അകത്തേക്ക് പ്രവേശിച്ചു. അതിൻ്റെ ഒടുക്കമോ? അതിൻ്റെ ഒടുക്കം അതാ തിന്മ തന്നെ പ്രസവിച്ചു. ആ തിന്മ തന്നെ അവരിൽ നിന്നും പുറപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ചെവി നല്ലത് കേൾക്കാനുള്ള ചെവിയാണ്. ചിലർ പറയും, ഞാനായിട്ടൊന്നും മോശമായിട്ട് പറയുന്നില്ല, ഒരു കെട്ട വാക്ക് ഞാൻ സംസാരിക്കില്ല. പക്ഷെ ചോദ്യം, നീ കേട്ടതെന്താണ്? നീ കേട്ടത് തിന്മയാണെങ്കിൽ കാലം കുറെ കഴിഞ്ഞ് ആ തിന്മ നിന്നിലൂടെ പുറത്തു വരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനമേ, നമുക്കൊരുമിച്ച് പ്രാർത്ഥനയുടെ ഒരു സ്വരം പരിശുദ്ധ അമ്മയോട് ചേർത്ത് ദൈവത്തിന് മുമ്പാകെ ഉയർത്താം. കർത്താവേ, നല്ലത് കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കെട്ടത് മുഴങ്ങുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും മാറി നടക്കുവാനുമുള്ള ആർജവത്വം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ. അങ്ങനെ വരുമ്പോൾ നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചെവികളിലൂടെ സ്വർഗം ഉള്ളിലേക്ക് പ്രവേശിച്ചതുപോലെ ഞങ്ങളുടെ ഉള്ളിലേക്കും സ്വർഗം പ്രവേശിക്കുമല്ലോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോമ്പിൻ്റെ 2-ാം ദിവസം, അമ്മ മരത്തണലിൽ 2-ാം എപ്പിസോഡ്. പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന യാത്രയാണ് അമ്മ മരത്തണൽ. യാത്രയേക്കാൾ ഉപരി അമ്മയുടെ തണലിൽ പോയിരിക്കുന്ന, സ്വസ്ഥമായിട്ടിരിക്കുന്ന അനുഭവമാണ് ഈ അമ്മ മരത്തണലിൽ. നോമ്പെടുക്കണേ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇന്നലെ 1-ാം തീയതി നോമ്പെടുക്കാൻ പറ്റിയില്ല, ഇനി ആയാലും എടുക്കുക. ഇനി 7 ദിവസം കൂടല്ലേ ഉള്ളൂ. കുടുംബം ഒരുമിച്ച്, എന്നെ കേൾക്കുന്നവരുടെ എല്ലാ കുടുംബങ്ങളിൽ മത്സ്യവും മാംസവും ഇനി പറ്റുന്ന നമ്മുടെ ഈ പ്രിയങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ,
അതൊക്കെ ഒന്ന് നോമ്പെടുത്ത് നമ്മളെ ഒന്ന് ഒരുക്കാം. ഒരു ആത്മീയ ഒരുക്കത്തിൻ്റെ കാലമായിട്ട് ഇത് മാറട്ടെ. സഭാപിതാക്കന്മാരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സഭാപിതാവായ ഇരണേവൂസ്. എനിക്ക് ആഗ്രഹമുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ സഭാപിതാക്കന്മാരെ കുറിച്ച് മാത്രമായി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം, സമയം അനുവദിക്കുന്നത് പോലെ. ഇപ്പം നമ്മൾ മറിയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സഭാപിതാവ് ഇരണേവൂസ് മറിയത്തെക്കുറിച്ച് പറയുന്ന കാര്യം, ഹൗവ കെട്ടിയ ഒരു കെട്ടിനെ മറിയം അയച്ചു തന്നു. മനുഷ്യകുലത്തിൻ്റെ മേൽ ഹൗവ കെട്ടിമുറുക്കിയ ഒരു കെട്ടിനെ മറിയം നമുക്ക് വേണ്ടി അയച്ചു തന്നു. അതെങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഹൗവ സംശയത്താലെ വരുത്തി വെച്ചൊരു കെട്ട് മറിയം വിശ്വാസത്താലെ അയച്ചു തന്നു. എന്താണ് ഈ സംശയവും ഈ വിശ്വാസവും? ഹൗവ ദൈവത്തെ സംശയിച്ചു. എപ്പോൾ? കൗശലക്കാരനായ സർപ്പം ഹൗവായോട് പറഞ്ഞു കൊടുത്തു, ഈ മരത്തിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ ഹൗവായ്ക്ക് സംശയം, അപ്പോൾ ദൈവം ഞങ്ങളെ കബളിപ്പിച്ചതാണോ? ദൈവം ഞങ്ങളെ പറ്റിച്ചതാണോ? ദൈവത്തെ സംശയിച്ചു. ഹൗവ ദൈവത്തെ സംശയിച്ചപ്പോൾ ആ സംശയം മനുഷ്യകുലത്തിൻ്റെ മേലൊരു പാപക്കെട്ടായി വന്നു ഭവിച്ചു. മറിയം ദൈവത്തെ വിശ്വസിച്ചു. സംശയിക്കാൻ എല്ലാ കാരണങ്ങളും എല്ലാ അവകാശവും ഉള്ളൊരു നേരത്തും, എന്താണ് ആ കാരണം അവകാശവും? സ്വർഗം പറയുന്നു, കന്യകയായ പെൺകുട്ടിയോട് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പുരുഷനെ അറിയാത്ത അവൾ സ്വാഭാവികമായി സംശയിക്കണ്ടേ? ഇതെങ്ങനെ? ഒരു ഡിസ്ബിലീഫ് അവളിൽ നിന്നുണ്ടാകണ്ടേ? പക്ഷെ അവള് വിശ്വസിച്ചു. ആ വിശ്വാസത്താലെ ഈ കെട്ട്, ഹൗവ പണ്ട് കെട്ടിയ കെട്ട് മറിയം നമുക്ക് വേണ്ടി അയച്ചു തന്നു. അതുകൊണ്ട് ഈ വാക്യം ധ്യാനിക്കണം. ഹൗവ സംശയത്താലെ കെട്ടിയ കെട്ടിനെ മറിയം വിശ്വാസത്താലെ അയച്ചു തന്നു. പ്രിയമുള്ളവരെ, നമുക്കുമൊക്കെ സംശയങ്ങളാണിപ്പോൾ. തൊട്ട് മുമ്പ്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ചിന്ത എൻ്റെ കൂടെയുള്ള യുവജനങ്ങളോട് പങ്കുവച്ചപ്പോൾ അവരും പറയുകയായിരുന്നു, സംശയമാണ്. പ്രത്യേകിച്ച് ഈ പ്രായമൊക്കെ എത്തുമ്പോൾ പിന്നെ സംശയങ്ങൾ കൂടുകയാണ്. എന്തൊക്കെ സംശയങ്ങൾ? ഇതൊക്കെ ഉള്ളതാണോ കർത്താവേ? നീ ഉണ്ടോ? ഞങ്ങൾ ഈ ചെല്ലുന്ന പ്രാർത്ഥനയൊക്കെ മുകളിലോട്ട് എത്തുന്നുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമൊക്കെ നീ കണ്ട് നോക്കി ചെയ്യുന്നതാണോ? സംശയമാണ്. സംശയിക്കാൻ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഏറുന്ന നേരത്തും വിശ്വസിക്കാമോ? കാരണം ഉണ്ടല്ലോ, സംശയങ്ങളെല്ലാം ഒരു കെട്ടാണ്. സംശയങ്ങളെല്ലാം ഒരു കെട്ട് കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ. വിശ്വസിക്കുക, മുകളിലൊരു ദൈവമുണ്ടെന്നും അവൻ എന്നെ ഒത്തിരി സ്നേഹമാണെന്നും ആ ദൈവം എൻ്റെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി പൗലോസ്ലീഹ പറയുന്ന പോലെ പരിണമിപ്പിക്കുമെന്നും. ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്, പരിണമിപ്പിക്കും. ദാറ്റ് മീൻസ് ഇപ്പം കാണുമ്പോൾ നന്മയായിട്ട് തോന്നുന്നില്ല, പക്ഷേ കർത്താവ് അതിനെ പരിണമിപ്പിക്കും, നന്മയ്ക്കായി മാറ്റിത്തരുമെന്ന് വിശ്വസിക്കുക. മറിയത്തെ പോലെ നമുക്ക് ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥന, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും സംശയങ്ങൾ ഒത്തിരിയാണ്. സങ്കടങ്ങൾ ഏറുമ്പോൾ, കണ്ണീര് പെയ്തിറങ്ങുമ്പോൾ ഞങ്ങളും സംശയിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഈ സംശയങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കെട്ടുകളായിട്ട് മാറുകയാണ്. ഹൗവ സംശയത്താലെ കൊണ്ടുവന്ന കെട്ടിനെ മറിയം വിശ്വാസത്താലെ അയച്ചു തന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംശയങ്ങളെ മാറ്റി വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി തന്നരുളണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോമ്പിൻ്റെ 3-ാം ദിവസം, അമ്മ മര തണലിൽ. ഒറ്റ വാക്ക് തന്നെ ധ്യാനിക്കണം കേട്ടോ. അമ്മ മര തണലിൽ. മറിയമെന്ന ഒരനുഗ്രഹത്തിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ നമ്മളിങ്ങനെ തണൽ കൊണ്ടിരിക്കുന്നത് ധ്യാനിക്കാനുള്ളൊരു കാഴ്ചയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന സഭാപിതാവ് തിമോത്തി ഓഫ് ജെറുസലേമിലെ തിമോത്തി. അദ്ദേഹം പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ അമർത്യയാണ് എന്നാണ്. ഷീ ഈസ് ഇമ്മോർട്ടൽ എന്നാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിമോത്തി പറയുന്നത്. ഷീ ഈസ് ഇമ്മോർട്ടൽ. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അമർത്യ ആയിരിക്കുന്നത്, ഇമ്മോർട്ടൽ ആയിരിക്കുന്നത്? അവളുടെ ഉള്ളിൽ വസിച്ചവൻ, ദ വൺ ഹൂ ഹാസ്
ഡ്വെൽഡ് ഇൻ ഹർ. അവളുടെ ഉള്ളിൽ വസിച്ചവൻ അവൾ സ്വർഗാരോപിത ഇടത്തേക്ക് അവളെ കൊണ്ടുപോയി എന്ന്. പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ആര് വസിച്ചു? ഈശോ വസിച്ചു. ഈശോ ആരാണ്? ഈശോ അമർത്യനാണ്, ഇറ്റേണലാണ്, നിത്യനാണ്. അപ്പോൾ എന്തു പറ്റി? ആ ഈശോ അവൻ എവിടെ വസിച്ചോ ആ ഇടത്തെ, അവളെ, മറിയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി. അങ്ങനെ അവൾ അമർത്യ ആയി. അങ്ങനെയാണെങ്കിൽ നമ്മളുമൊക്കെ അമർത്യരാകാനുള്ളതാണ്. എന്താ കാര്യം? ഈ ലോജിക്ക് ചിന്തിച്ചേ. അവളുടെ ഉള്ളിൽ വസിച്ചവൻ അവളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ എഴുന്നള്ളി വരുന്നവൻ ആരാണ്? ഈശോ. അവൻ നിത്യനല്ലേ? അപ്പോൾ ആ നിത്യതയിൽ നമ്മൾ പങ്കുപറ്റുകയല്ലേ? നമ്മളും അമർത്യരാകാൻ വിളിക്കപ്പെട്ടവരല്ലേ? അപ്പം ഇറ്റേണിറ്റിയുടെ എക്സ്പീരിയൻസ്, നിത്യതയുടെ അനുഭവം നമുക്ക് കിട്ടണം. ശുദ്ധ കുർബാനയിലൂടെ സ്വർഗത്തിൻ്റെ അനുഭവം നമുക്ക് കിട്ടണം. അതുകൊണ്ടല്ലേ ഈശോയും ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ ഒരു നാളും മരിക്കുകയില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അമർത്യതയുടെ അപ്പത്തെ ഭക്ഷിക്കുമ്പോൾ അമർത്യരായി തീരുകയാണ്. നമുക്കും പ്രാർത്ഥിക്കേണ്ടത്, പ്രത്യേകിച്ച് മരണം മൂലം നിരാശപ്പെട്ടു പോയിരുന്ന ഒരുപാട് പേരുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണം മൂലം നിരാശപ്പെട്ടവർ, ജീവിത പങ്കാളി, അപ്പൻ, അമ്മ, മക്കള് ഒക്കെ മരണപ്പെട്ടു പോയി. അതിൻ്റെ സങ്കടത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. ഓർക്കണേ, ഈശോ ഉള്ളിൽ വസിച്ച ക്രിസ്ത്യാനിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെങ്കിൽ, യു ആർ കോൾഡ് ഫോർ ഹെവൻ. നിങ്ങൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിൽ വെച്ച് നമ്മൾ ഇനിയും കണ്ടുമുട്ടും. ഇനി കുറച്ച് പേരുണ്ട് മരണത്തെ ഭയമാണ്, മരണത്തെ ഭയമാണ്. പ്രായമായാലും ഒരുങ്ങാൻ പറ്റുന്നില്ല, മരണത്തിനെ ഒന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ ചിന്ത മനസ്സിലുണ്ടാകട്ടെ. ദ വൺ ഹു ഹാസ് ഡ്വെൽഡ് ഇൻ ഹർ, അവളിൽ വസിച്ചവൻ അവളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശോ വസിക്കണം. വസിക്കുമ്പോൾ അവൻ നമ്മളെ സ്വർഗത്തിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഉയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിസ്സാരമായവയിൽ കണ്ണും കാലും മുടക്കി ഞങ്ങൾ വീണു പോവുകയാണ്. എല്ലാം ഈ ഭൂമിയാണെന്ന് ചിന്തിക്കുന്ന ഞങ്ങളെ ഉന്നതങ്ങളിലേക്ക് നീ ഉയർത്തണേ. മറിയത്തിൻ്റെ ഉള്ളിൽ നീ വസിച്ചു. നിത്യനായ നീ മറിയത്തിന് അമർത്യത സമ്മാനിച്ചു. അതുപോലെ ഞങ്ങൾക്കും സ്വർഗത്തിൻ്റെ അനുഭവം സമ്മാനിക്കണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോമ്പിൻ്റെ 4-ാം ദിവസം, അമ്മ മരത്തണലിൽ 4-ാം എപ്പിസോഡ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, അമ്മ മരത്തണലിൽ ധ്യാനപൂർവം പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിന് നിങ്ങൾക്ക് വലിയ നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഈ അമ്മ മരത്തണലിൽ ഇതൊരൊറ്റ പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്കൊക്കെ പങ്കുവയ്ക്കുക. ഞാൻ പറഞ്ഞു, ഇത് വലിയ കനപ്പെട്ട ചിന്തയൊന്നുമല്ല, ഒരു പ്രാർത്ഥന, ഒരു ചെറു ചിന്ത, ഒരു പ്രാർത്ഥന എന്ന് വിചാരിച്ചാൽ മതി. ഇന്നലെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച്, അവളുടെ ഉള്ളിൽ വസിച്ചവൻ അവളെ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്ന് നമ്മൾ കേട്ടില്ലേ? ഇന്നും ഗ്രിഗറി ഓഫ് ടൂഴ്സ് എന്ന സഭാപിതാവ്, അദ്ദേഹത്തിൻ്റെ ദ ബുക്ക് ഓഫ് 8 മിറക്കിൾസ്, 8 അത്ഭുതങ്ങളുടെ പുസ്തകം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മ മരണാസന്നയായി, അവളുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കാറായി എന്നറിഞ്ഞ ശിഷ്യന്മാർ, ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോയവർ, അവർ തിരിച്ചു വന്നു. ദേ ഗാദേർഡ് ടുഗദർ. അവർ തിരിച്ചു വന്നു. അപ്പോൾ മറിയത്തിൻ്റെ മരണം സംഭവിക്കുകയാണ്. മറിയത്തിൻ്റെ മരണം സംഭവിച്ചപ്പോൾ, ഇദ്ദേഹത്തിൻ്റെ എഴുത്താണ്, ഈ ഗ്രിഗറി ഓഫ് ടൂഴ്സിൻ്റെ എഴുത്താണ്. മരണം സംഭവിച്ചപ്പോൾ ഈശോ ഇറങ്ങി വന്ന് മറിയത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് അത് ഗബ്രിയേൽ മാലാഖയ്ക്ക് അത്
കൈമാറി, എന്നിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി. പിറ്റേ ദിവസം അറ്റ് ദ ഡേ ബ്രേക്ക്, പിറ്റേ ദിവസം പുലർച്ചെ മറിയത്തിൻ്റെ മൃതശരീരത്തിൻ്റെ സംസ്കാരം നടക്കാൻ പോവുകയാണ്. ശിഷ്യന്മാർക്ക് നല്ല ഉറപ്പാണ് ഈശോ വരും. ഇവർ ടൂമ്പൊക്കെ, കല്ലറയൊക്കെ ഒരുക്കി മറിയത്തിൻ്റെ മൃതശരീരം കിടത്തുകയാണ്. അപ്പോൾ ഈശോ വീണ്ടും വന്നു. ഈശോ വന്ന് മേഘത്തിൽ മറിയത്തെ എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ എഴുത്തിൽ, ഈ ബുക്കിൽ, ദ ബുക്ക് ഓഫ് 8 മിറക്കിൾസ്, ഗ്രിഗറി ഓഫ് ടൂൾസിൻ്റെ ഈ പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മയുടെ അവസാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നു, ശരീരം കൊണ്ടുപോയിട്ട് ആത്മാവ് തലേദിവസം കൊണ്ടുപോയി, സോൾ, പിറ്റേ ദിവസം രാവിലെ ശരീരം കൊണ്ടുപോയി, എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു, എന്നിട്ട് അവൾ സ്വർഗത്തിൽ വാഴുന്നു. ഇതിനകത്ത് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ അങ്ങനെയോ അതെന്താ അങ്ങനെ എന്ന് വിചാരിക്കരുത്. ഇത് പൗലോസ്ലീഹ നല്ല ദൈവശാസ്ത്രമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോയോട് കൂടെ കുരിശിൽ മരിക്കുന്നവർ, ഈശോയോട് കൂടെ പാടുപീടകളിലൂടെ കടന്നു പോകുന്നവർ നിശ്ചയമായും അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് ഉയർത്തു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ഉയർത്തു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം, മറിയത്തെ കർത്താവ് ഉയർത്തി. മറിയത്തെ കർത്താവ് ഉയർത്തിയെങ്കിൽ നമ്മളെയും കർത്താവ് ഉയർത്തും. അത് ക്രിസ്ത്യാനി വിശ്വസിക്കണം. അതുകൊണ്ട് ഇന്നത്തെ സഹനങ്ങളെ എന്ത് ചെയ്യണം? ഇന്നത്തെ സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് മറിയത്തെ പോലെ വയ്ക്കണം. കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് സങ്കടങ്ങളെ വെച്ചാൽ അവൻ ഉയർത്തതുപോലെ നമ്മളെയും അവൻ ഉയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാണ്ട് പതറിപ്പോവുകയാണ് ഞങ്ങൾ ഈ കാലത്ത്. പലപ്പോഴും ഞങ്ങളുടെ സഹനങ്ങൾ പാഴായി പോവുകയാണ്. ഇനിയെങ്കിലും ഞങ്ങളുടെ സഹനങ്ങളെ പരിശുദ്ധ അമ്മയെപ്പോലെ നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കുവാൻ പൗലോസ്ലീഹ പഠിപ്പിച്ചതുപോലെ കുരിശോട് ചേർന്ന് സഹിക്കുന്നവർ കുരിശോട് കൂടെ ഉയർക്കുമെന്ന്, ഈശോയോട് കൂടെ ഉയർക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളിത് സംഭവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോമ്പിൻ്റെ 5-ാം ദിവസം അമ്മ മരത്തണലിൽ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മുടെ പകുതി വഴി നമ്മൾ പിന്നിട്ടു. 8 ദിവസം മാത്രം ഉള്ള ഒരു ചെറിയ യാത്രയുടെ പകുതി വഴി നിങ്ങൾ താല്പര്യപൂർവ്വം കേൾക്കുന്നതിൽ നന്ദി. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, എല്ലാ കാലത്തും അതിനകത്തൊരു അപകടം പതിയിരിപ്പുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ദീർഘമായൊരു ടോക്ക് നൽകിയത് ഒരുപക്ഷെ നിങ്ങൾ തന്നെ യൂട്യൂബിൽ മറ്റ് ചാനലുകളിലൊക്കെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അതിട്ടൊന്ന് നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൽ അതിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതിന് ടൈറ്റിൽ തന്നെ ഇങ്ങനെയായിരുന്നു, മരിയ ഭക്തിയിൽ, മാതൃഭക്തിയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ എന്നതായിരുന്നു. ആദിമ സഭയുടെ കാലത്തും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പരിശുദ്ധ അമ്മയോട് ആരാധനയ്ക്കടുത്ത സമീപനം പുലർത്താൻ തുടങ്ങി ചില സെക്റ്റുകൾ, പ്രത്യേകിച്ച് അറേബ്യ ബേസ് ചെയ്തൊക്കെ സെക്റ്റുകൾ അത്തരമൊരു ശൈലി, പരിശുദ്ധ അമ്മയോട് ഈ ആരാധനയുടെ ശൈലി കൊണ്ടുവന്നപ്പോൾ സെയിൻറ്റ് അംബ്രോസ്, സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് പറഞ്ഞ ഒരൊറ്റ വാക്യമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം. ഷീ ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ഷീ ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്, നോട്ട് ദ ഗാഡ് ഓഫ് ദ ടെമ്പിൾ. അവൾ ദൈവത്തിൻ്റെ ആലയമാണ്, ആലയത്തിൻ്റെ ദൈവമല്ല. അവൾ ദൈവത്തിൻ്റെ ആലയമാണ് പരിശുദ്ധ അമ്മ. ഷീ ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്, നോട്ട് ദ ഗാഡ് ഓഫ് ദ ടെമ്പിൾ. നമ്മളത് ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തോടെയാണ്. അത് സ്നേഹത്തോടെ ചിരിച്ചു പറയുന്നതേ ഉള്ളൂ. നമുക്കത് മനസ്സിലാകണം. അതായത് ചിലരുടെ വിചാരം പരിശുദ്ധ അമ്മയെ, ഈശോയെ മറന്നിട്ട് സ്നേഹിക്കുന്നതാണ് മാതൃഭക്തി എന്നാണ്. പക്ഷെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, പരിശുദ്ധ അമ്മയെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുക എന്നത് തന്നെയാണ്. അതാണ് പരിശുദ്ധ അമ്മയെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. ഇതിപ്പോൾ പറ്റുന്നത് നമ്മൾ ഈശോയുടെ നാമം ഉരുവിടുന്നതിനേക്കാൾ അധികമായി മറിയത്തിൻ്റെ നാമം ഉരുവിടുന്നു. ഈശോയ്ക്ക് കൊടുക്കുന്ന ആദരവിന് മുകളിലുള്ള ഒരു ആദരവോ ആരാധനയോ
മറിയത്തിന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു, അയ്യോ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ ഈശോയ്ക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മധ്യസ്ഥ മാത്രമാണ് എന്നൊക്കെ നമ്മൾ ന്യായീകരിച്ച് കഷ്ടപ്പെടുകയാണ്. എന്തിനാത്? നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് പ്രകടനങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കണ്ടേ, അതിൻ്റെ ബാഹ്യമായ ആഘോഷങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കണ്ടേ. ഇത് ഞാനൊരു പരിശുദ്ധ അമ്മയോടുള്ള നിന്ദയല്ല ഈ പറയുന്നത്. പരിശുദ്ധ അമ്മയോട് നല്ല സ്നേഹമുള്ളവർ, ഈശോ നമുക്ക് നൽകിയ വലിയ സമ്മാനമായ, കുരിശിൽ കിടന്നുകൊണ്ട് തന്ന വലിയ സമ്മാനമായ പരിശുദ്ധ അമ്മയെ വളരെ കാര്യമായിട്ട് സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്കൊക്കെ അറിയാം, പരിശുദ്ധ അമ്മ ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മൾ നല്ല വിശ്വാസത്തിൽ വളരുമ്പോഴാണ്, നമ്മുടെ ഭക്തി കറ തീർന്നതായിരിക്കുമ്പോഴാണ്. ഇന്ന് പക്ഷേ നിർഭാഗ്യവശാൽ തെറ്റിദ്ധാരണകളും തെറ്റുകളും ഏറെയുണ്ട്. അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റൈസേഷൻ നടക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയിലുള്ള ഭക്തിയിൽ. ജാഗ്രത പുലർത്തണേ, വീണു പോകരുത്, നമുക്ക് വീണു പോകാൻ പാടില്ല. നമുക്ക് പരിശുദ്ധ അമ്മ നല്ല മാതൃകയാണ്, നല്ല മധ്യസ്ഥയാണ്. എന്തിന്? ഈശോയിലേക്ക് എത്താൻ. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈശോ. ആരാധന കർത്താവിന് മാത്രം, ആരാധന കർത്താവിന് മാത്രം. ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, സഭയിൽ ഈ ആരാധന ദൈവത്തിന്, വിശുദ്ധർക്ക് എന്താണ്? ധൂളിയ വണക്കം. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഹൈപ്പർ ധൂളിയ, ഉപരിയായ വണക്കം. മറ്റ് വിശുദ്ധരോടുള്ളതിനേക്കാൾ വണക്കം ആരോടുണ്ട്? നിശ്ചയമായും സഭയിൽ നമുക്ക് മറിയത്തോടുണ്ട്. പക്ഷെ ആരാധന, വി വർഷിപ്പ് ദ ലോർഡ് എലോൺ. ദൈവത്തെ മാത്രമേ അല്ലേ ആരാധിക്കാൻ പാടുള്ളൂ. തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുക, അത്രയേ ഉള്ളൂ. തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുക, അതിനൊരു ശ്രദ്ധ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എല്ലാറ്റിനും ഉപരിയായി പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കട്ടെ. അതുപോലെയായിരുന്നല്ലോ നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമും നിന്നെ സ്നേഹിച്ചത്. ആ അമ്മയുടെ മാതൃക ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. പരിശുദ്ധമയുള്ള ഭക്തിയിൽ ഞങ്ങൾക്ക് വന്നു പോകുന്ന വീഴ്ചകളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഷീ ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നോട്ട് ദ ഗോഡ് ഓഫ് ദ ടെമ്പിൾ. ഓർത്തിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോമ്പിൻ്റെ 6-ാം ദിവസം, അമ്മമരത്തണലിൽ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സഭാപിതാവായ ഒരിജൻ, അദ്ദേഹമാണ് പരിശുദ്ധ അമ്മയെ ആദ്യമായിട്ട് തയോത്തോക്കോസ് എന്ന് വിളിച്ചത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. തയോത്തോക്കോസ്. അപ്പം നിങ്ങളിപ്പോൾ ചോദിച്ചാൽ എന്ത് പേര് വിളിച്ചെന്നാ പറഞ്ഞ് എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ചൊക്കെ കേട്ടുള്ളവരും ഉണ്ടാവും. തയോത്തോക്കോസ്. തയോത്തോക്കോസ് എന്നത് ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അമ്മ, മദർ ഓഫ് ഗാഡ്. പരിശുദ്ധ അമ്മയെ അങ്ങനെ ഒരിജൻ വിളിച്ച പേരാണ് തയോത്തോക്കോസ്. അവൾ ദൈവത്തിൻ്റെ അമ്മയാണ്. പക്ഷേ അതിനെതിരായ ചിന്തകളും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം, സഭയുടെ തന്നെ വിഭജനത്തിന് കാരണമായ 2 വാക്കുകളായിട്ടത് മാറി. തയോത്തോക്കോസ് ആൻഡ് ക്രിസ്തോത്തോക്കോസ്. ഒരു ഗണം പറഞ്ഞു മറിയം തയോത്തോക്കോസ് അല്ല, ദൈവത്തിൻ്റെ അമ്മയല്ല, ക്രിസ്തോത്തോക്കോസ് ആണ്, ക്രിസ്തുവിൻ്റെ അമ്മയാണ് എന്ന്. പക്ഷേ തയോത്തോക്കോസ് എന്ന ഒരിജൻ മുന്നോട്ട് വെച്ച പ്രാർത്ഥനയുടെ പോലും ഭാഷയായിരുന്ന ആ പ്രയോഗം, പ്രാർത്ഥനാ ശൈലിയിൽ വന്ന ആ പ്രയോഗം, പിന്നീട് മാർ അപ്രയം പിതാവ്, ഗ്രിഗറി ഓഫ് നൈസ, അത്തനേഷ്യസ് പിതാവ്, അവരൊക്കെ പിന്നീട് ഏറ്റെടുത്ത ഒരു പ്രയോഗമാണ് മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്നുള്ളത്. കൗൺസിൽ ഓഫ് എഫേസോസ് AD 431 നടന്ന കൗൺസിൽ ഓഫ് എഫേസോസിൽ വെച്ച് ഇത് വിശ്വാസത്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള 4 വിശ്വാസത്യങ്ങളിൽ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടതാണ് പരിശുദ്ധ അമ്മ തയോത്തോക്കോസ് ആണ്, ദൈവത്തിൻ്റെ അമ്മ ആണ്. അതിനപ്പോൾ ഉത്തരം കൊടുത്തത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ആദരവ് പോകുന്നത് ആർക്കാണ്? ഉത്തരം പറയാമോ? പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആദരവ്, ബഹുമാനം പോകുന്നത് ആരിലേക്കാണ്?
ഉത്തരം പറയാം. യെസ്, ഈശോയിലേക്കാണ്. എന്താ കാര്യം? നമ്മൾ കാണുന്നത് മറിയത്തിൽ നാര് വന്നു? ഈശോ മിശിഹ. ഈശോ മിശിഹായുടെ അമ്മയെ കയറി ദൈവത്തിൻ്റെ അമ്മേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റുപറയുന്നത് എന്താണ്? നമ്മൾ ഏറ്റുപറയുന്നത് ഈശോ ദൈവമാണെന്നല്ലേ. ഈശോ ദൈവമാണെന്നല്ലേ. അപ്പോൾ ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്ന നമ്മൾ മറിയത്തെ എന്ത് വിളിക്കും? ദൈവമാതാവ്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് മുമ്പേ മറിയമുണ്ടെന്നല്ല, മറിച്ച് ഈശോയുടെ ദൈവത്വത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് മദർ ഓഫ് ഗോഡ്. അപ്പോൾ എന്താ മനസ്സിലാക്കണം അറിയാവോ? പുത്രനാലെ മറിയം മഹത്വത്തിൽ പങ്കുപറ്റുകയാണ്. എന്താണത്? പുത്രനാലെ അമ്മ മറിയം മഹത്വത്തിൽ പങ്കുപറ്റുന്നു. ദൈവമാതാവെന്ന പേരവൾക്ക് കിട്ടുന്നു. ഞാൻ കുട്ടികളോടായിട്ടൊരു കാര്യം പറയട്ടെ. ഇത് മാതാപിതാക്കളാണ് കൂടുതലും കേൾക്കാൻ സാധ്യതയുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു കാര്യം. അതൊരു വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളും പ്രാർത്ഥിക്കുക. വലിയ ഒരുക്കങ്ങൾ അതിനു വേണ്ടി വേണം, ക്രമീകരണങ്ങൾ വേണം. അതുകൊണ്ട് സാവകാശം എടുക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഇത്രയും ഓർത്താൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ജനറേഷന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ ഈശോ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് എത്തും ദൈവം സഹായിച്ചാൽ, കർത്താവിൻ്റെ പദ്ധതിയാണെങ്കിൽ. അപ്പോൾ പറയാൻ വന്നത്, കുട്ടികൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. മറിയം പുത്രനാലെ മഹത്വപ്പെട്ടു. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം അറിയാം. നമ്മൾ കാരണം നമ്മുടെ അപ്പനും അമ്മയ്ക്കും മഹത്വം കിട്ടുന്നുണ്ടോ? ഒരു ഗ്ലോറി കിട്ടുന്നുണ്ടോ? നമ്മുടെ വാക്ക്, പ്രവൃത്തി, ഇടപെടൽ, നമ്മുടെ ജീവിതം നമ്മുടെ അപ്പനും അമ്മയ്ക്കും അഭിമാനത്തിന്റെ വിഷയമാകുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഈശോയാൽ മറിയം എന്ന അമ്മ മഹത്വീകൃതയായതുപോലെ നമ്മുടെ അപ്പനമ്മമാർ നമ്മളാൽ അഭിമാനിക്കട്ടെ. അവർക്ക് മഹത്വം ലഭിക്കട്ടെ നമ്മൾ കാരണം. അതിന് തക്ക ഒരു ജീവിതം ജീവിക്കണം നമ്മൾ. അത് ഈശോ നമ്മളെ പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഈശോയെ, നിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ നീയാൽ മഹത്വീകൃതയായതുപോലെ ഞങ്ങളുടെ തലമുറകളാൽ, ഞങ്ങളുടെ പിൻതലമുറകളാൽ ഞങ്ങളുടെ മുതിർന്നവർ അഭിമാനിക്കട്ടെ. പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച് വലിയ ആശങ്കകളുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് കർത്താവേ. മക്കളെക്കുറിച്ച് അഭിമാനിക്കുന്നത് പോയിട്ട് വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന മാതാപിതാക്കൾ അഭിമാനിക്കുന്ന ദിവസം വരട്ടെ. അതിനായി നീ അവരുടെ മേൽ കരുണ ചൊരിയണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോമ്പിൻ്റെ 7-ാം ദിവസം അമ്മ മരത്തണലിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉള്ള വിശ്വാസ സത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മളൊക്കെ ഏറെ കേട്ടിട്ടുള്ള ഒന്നാണ്, പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിലും പരിശുദ്ധ അമ്മയെ കന്യകയായിട്ട്, വെർജിനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സെയിൻറ്റ് ഇരണേവൂസ്, സെയിൻറ്റ് ഇഗ്നേഷ്യസ്, സെയിൻറ്റ് ജസ്റ്റിൻ ഇവരുടെ എഴുത്തുകളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ ഈ കന്യകാത്വത്തെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മ പെർപ്പച്വൽ വെർജിൻ ആണെന്നുള്ളത്, നിത്യകന്യകയാണെന്നുള്ളത് മുന്നോട്ട് വെച്ചത് എപ്പിഫാനിയൂസ്, സെയിൻറ്റ് എപ്പിഫാനിയൂസ് 4-ാം നൂറ്റാണ്ടിൽ ഇത് മുന്നോട്ട് വെച്ചു. പിന്നീട് ആ ചിന്ത സഭ ഏറ്റെടുത്തു. 2-ാം കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ, സെക്കൻഡ് കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിൽ അതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതോ ഒരു സഭാപിതാവിൻ്റെ ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, പരിശുദ്ധ അമ്മ മാത്രമല്ല, യൗസേപ്പും ഹി വാസ് വെർജിൻ, ജീസസ് വാസ് വെർജിൻ. എന്താ അതിൻ്റെ അർത്ഥം? ദേ ആർ ചോസൺ ഫോർ എ ഹയർ പർപ്പസ്.
ഉപരിയായ ഒരു കാര്യത്തിന് വേണ്ടി, ഉപരിയായ ഒരു നിയോഗത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ് അവർ. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവർ അവർ എല്ലാ കാലത്തും ദേ ആർ സ്പെഷ്യലി ചോസൺ. ഉപരിയായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടവർ ഇനി നിസ്സാര കാര്യങ്ങൾക്ക്, സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ പാടില്ല, അതിലേക്ക് പോകാൻ പാടില്ല. വൺസ് ചോസൺ ദേ ആർ ചോസൺ ഫോർ എവർ. പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വത്തെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അവളെ കർത്താവ് ദൈവം മാറ്റി നിർത്തി. എന്തിന്? വലിയ ഒരു സാൽവേഷൻ പർപ്പസ്, ഒരു സാൽവേഷൻ പ്രൊജക്റ്റ്, ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി അവളെ മാറ്റി നിർത്തി. ഇനി അവൾ മാറ്റി നിർത്തപ്പെട്ടവൾ തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ, വൈദികൻ എന്ന നിലയിൽ ഞാൻ മാറ്റി നിർത്തപ്പെട്ടവനാണ്. ഞങ്ങളുടെ പട്ടക്രമ ശുശ്രൂഷയിൽ, ഡീക്കം പട്ടത്തിനൊക്കെ ശുശ്രൂഷയിൽ പ്രത്യേകം കാർമികൻ, മെത്രാപ്പോലീത്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഇനി മുതൽ നീ മാറ്റി നിർത്തപ്പെടുകയും വേർതിരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്യുന്നു. യു ആർ സെപ്പറേറ്റഡ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അച്ഛന്മാര് ഒക്കെ മാറ്റി നിർത്തപ്പെട്ടവർ, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പോരാ. ക്രിസ്ത്യാനി, ആസ് എ ക്രിസ്ത്യൻ യു ആർ സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവന്റെ പേരാണ് ക്രിസ്ത്യാനി. ചില കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം, മാറി നടക്കണം. അത് നമ്മുടെ ശുദ്ധതയ്ക്ക് സഹായകമാണ്, ശുദ്ധതയ്ക്ക് സഹായകമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വത്തെ നമ്മൾ ഇന്ന് ധ്യാനിച്ചപ്പോൾ എപ്പിഫാനിയൂസ് എന്ന പിതാവ് മുന്നോട്ട് വെച്ച ആശയം, സഭ സെക്കൻഡ് കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിൽ ഏറ്റുപറഞ്ഞ വിശ്വാസത്യം, പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വം നമുക്കിന്ന് പ്രാർത്ഥനയുടെ വിഷയമാക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പും പ്രസവിച്ച നേരത്തും പ്രസവത്തിന് ശേഷവും അവൾ കന്യകയായിരുന്നുവെന്നുള്ളത് ഞങ്ങളുടെ വലിയ വിശ്വാസമാണ്. വലിയ കാര്യത്തിനു വേണ്ടി കർത്താവ് മാറ്റി നിർത്തിയവൾ ഇനി നിസ്സാര കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളും മാറ്റി നിർത്തപ്പെട്ടവരാണ്. ദൈവിക പദ്ധതികൾ നിയോഗമായി ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ മാറ്റി നിർത്തപ്പെട്ട ഞങ്ങൾ നിസ്സാര കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കട്ടെ, പാപവഴിയെ നടക്കാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ്യം വഴി ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. 1-ാം തീയതി മുതൽ നമ്മൾ നടത്തിയ ഒരു യാത്ര ഇവിടെ സമാപിക്കുകയാണ്, അമ്മ മരത്തണലിൽ. ഇനിയും മറ്റൊരു യാത്രയിൽ നമുക്ക് ഒരുമിച്ച് നടക്കാം. പ്രാർത്ഥിക്കണം ഫീഡ് മൈ ഷീപ്പ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പിതാക്കന്മാർ പറഞ്ഞ വാക്യങ്ങളെ എടുത്ത് ധ്യാനിച്ച് തുടങ്ങി നമ്മുടെ കാലവുമായിട്ട് ബന്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് 4 വിശ്വാസ സത്യങ്ങളാണ് ഉള്ളത്. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്, അവൾ സ്വർഗാരൂപിതയാണ്, ദൈവമാതാവാണ്. 3 പറഞ്ഞു. ഈ 3 നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചായിരുന്നു. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണെന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചായിരുന്നു. സ്വർഗാരോപിതയാണെന്നുള്ള കാര്യം നമ്മൾ അതിനു മുമ്പ് ചിന്തിച്ചു. ദൈവമാതാവാണെന്നുള്ളതും നമ്മൾ ചിന്തിച്ചു. തെയോത്തോക്കോസ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഒരെണ്ണം മിച്ചമുണ്ട്. ഇന്നപ്പോൾ ആ ഒരെണ്ണത്തെക്കുറിച്ച് പറഞ്ഞ് തിരുനാളിൻ്റെ ഒരു കൊച്ചു സന്ദേശമാക്കി ഈ അമ്മ മരത്തണലിൽ മാറട്ടെ. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. പരിശുദ്ധ അമ്മ അമലോദ്ഭവയാണ്. എന്താണ് അമലോത്ഭവ എന്നാൽ അർത്ഥം? അതിൻ്റെ അർത്ഥം അവളുടെ തുടക്കം തൊട്ട്, അവളുടെ പിറവി മുതൽ, അല്ല അതിനു മുമ്പേ അവളുടെ മാതാപിതാക്കളുടെ, അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം തൊട്ട് ഷീ ഈസ് ഇമ്മാക്കുലേറ്റ്. അവൾ പാപമില്ലാത്തവളാണ്, അമലോത്ഭവയാണ്, അമലയായി ഉദ്ഭവിക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. അതെങ്ങനെയാണ് അവൾക്ക് സാധിച്ചത്? അതായത് ഈശോയ്ക്ക് മുമ്പ് ആരുമില്ല, അങ്ങനെ പാപം കൂടാതെ ജനിച്ചവർ ആരുമില്ല. എന്താ കാര്യം? ഉത്ഭവ പാപത്തിൻ്റെ ആ പാപചായ്വ്, ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സിൻ,
അതെല്ലാവരിലും ഉണ്ട്. അപ്പൊ പിന്നെ മറിയം എങ്ങനെയാ പാപം കൂടാതെ ജനിച്ചത്? ഇന്ന് പിറവി തിരുനാൾ ആഘോഷിക്കുകയല്ലേ. മറിയം എങ്ങനെയാ പാപം കൂടാതെ ജനിച്ചത്? അതിന്റെ ഉത്തരം സഭ പഠിപ്പിക്കുന്നത്, അതിനുശേഷം ഒരു 33 വർഷം കഴിഞ്ഞ് നടന്ന ഒരു കുരിശുമരണം ഇല്ലേ, ആ കുരിശുമരണത്തിന്റെ യോഗ്യതകളെ പിതാവായ ദൈവം നേരത്തെ എടുത്ത് ആർക്ക് കൊടുത്തു? മറിയത്തിന് കൊടുത്തു. അങ്ങനെ അവൾ അമലോത്ഭവയായി. നമ്മളും അമലോത്ഭവരാണ്. എപ്പോൾ മുതൽ? മാമോദീസ മുതൽ. എന്താ കാര്യം? ഇതേ കാര്യം തന്നെ. കുരിശുമരണത്തിന്റെ യോഗ്യതകളെ സഭ എടുത്ത് നമുക്ക് നൽകുമ്പോൾ ഉത്ഭവപാപത്തിന്റെ കറകൾ മാഞ്ഞുപോയി നമ്മളും നിർമ്മലരാകുന്നു. അതേ പ്രോസസ്സാണ് അവിടെ സംഭവിച്ചത്. കുരിശുമരണത്തിന്റെ യോഗ്യതകളെ നേരത്തെ എടുത്ത് മറിയത്തിൽ നിക്ഷേപിച്ചു. അങ്ങനെ അവൾ അമലോത്ഭവയായി. എന്തിനായിരിക്കണം അവൾ അമലോത്ഭവയായി ജനിച്ചത്? അമലയായി, പാപമില്ലാതെ ജനിച്ചത്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. അതിന്റെ കാരണം, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവളാണ്, വിളിക്കപ്പെടാൻ പോവാണ്. ആര്? മറിയം. അതറിയാവുന്ന ദൈവം ആ നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ തക്കവിധമുള്ള കൃപകളെ മറിയത്തിൽ നേരത്തെ നിക്ഷേപിച്ചു. അവളുടെ ജീവിതം കൊണ്ട് അവൾ പൂർത്തിയാക്കേണ്ട നിയോഗങ്ങൾ, അത് ഏറ്റവും വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ പൂർത്തിയാക്കാൻ വേണ്ട കൃപയെ, ഗ്രേസ്, ദൈവം നേരത്തെ തന്നെ മറിയത്തിൽ നിക്ഷേപിക്കുകയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പൂർത്തിയാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന നിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ തക്കവിധമുള്ള കൃപയെ നീ എന്നിൽ നേരത്തെ തന്നെ നിക്ഷേപിക്കണേ. നമ്മളെന്താ ചെയ്യാറുള്ളേ? ഒരു പ്രശ്നം വരുന്നു, ഒരു തടസ്സം ഉണ്ടാകുന്നു, ആ നേരത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രശ്നമുണ്ട്, കൃപ തായോ, സഹായിക്കോ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ? അങ്ങനല്ല പ്രാർത്ഥിക്കേണ്ടത്. നേരത്തെ കൂട്ടിത്തരണേ. എൻ്റെ ജീവിത വഴികളിൽ വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കർത്താവേ നിനക്കറിയാമല്ലോ. ആ കാര്യങ്ങളെ നിന്റെ കൈപിടിച്ച് നടന്ന് അതിജീവിക്കാനുള്ള കൃപ, ശക്തി എനിക്ക് നീ നേരത്തെ തരണമേ എന്ന് നമുക്ക് ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കാം. കൃപയിൽ നമുക്ക് വളരാം. ലെറ്റ്സ് ഗ്രോ ഇൻ ഗ്രേസ്. ലെറ്റ്സ് ഗ്രോ ഇൻ ഗ്രേസ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്കുള്ള വിളിയിൽ ഒത്തിരി കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ഉത്തരവാദിത്തങ്ങളേറെയുണ്ട്. പൗരോഹിത്യ സന്യാസ ജീവിത വിളിയിൽ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. അത് പൂർത്തിയാക്കാൻ തക്കവിധമുള്ള കൃപയെ, പരിശുദ്ധ അമ്മയെ നീ നേരത്തെ തന്നെ കൃപ കൊണ്ട് നിറച്ചതുപോലെ ഞങ്ങൾക്കും മുൻകൂട്ടി മുൻപേറ് ആ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു വാക്ക് നന്ദി. ഈ 8 ദിവസം ഒരുമിച്ച് നടന്നതിന്, എന്നെയും ഈ ശുശ്രൂഷയും ഫീഡ് മൈ ഷീപ്പിൻ്റെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതിന്, ഓർത്ത് പ്രാർത്ഥിച്ചതിന്, ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, ഫീഡ് മൈ ഷീപ്പ് കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കുന്നതിന് ഹൃദയപൂർവമായ നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.